ഗൈസ്, ഇന്ന് ഞാനാണ് വ്ളോഗ് ചെയ്യുന്നത്. ഞങ്ങളിന്ന് പുറത്ത് കഴിക്കാനായിട്ട് പോകണം. ഞാൻ വ്ളോഗിൽ സംസാരിക്കുന്നില്ല, ഞാൻ എൻഗേജ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പരാതി. ഞാൻ പൊതുവേ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, പക്ഷെ ക്യാമറ വരുമ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ ചമ്മിപ്പോവും. അതിൻ്റെ അർത്ഥം ഇൻട്രസ്റ്റഡ് അല്ലെന്നല്ല കേട്ടോ. എപ്പോഴും എൻ്റെ മുഖം ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ, അപ്പൊ എല്ലാരും വിചാരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ UK-ലൊക്കെ ഉള്ള അവസ്ഥ അറിയാലോ. എപ്പോഴും സ്ട്രെസ്സൊക്കെ ആയിരിക്കും. വിസയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ എപ്പോഴും സ്ട്രെസ്സായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും മൂഡ് ഇങ്ങനെ മാറിപ്പോകുന്നതാണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് ഭയങ്കര മൂഡ് ഔട്ട് ആയതുകൊണ്ട് പുറത്ത് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഒന്നും വീട്ടിലുണ്ടാക്കിയിട്ടില്ല. രാവിലെ തൊട്ട് വിഷമിച്ച് കിടക്കുമായിരുന്നു. വിസയുടെ സ്ട്രെസ്സൊക്കെ ആയതുകൊണ്ട്, ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് കൂടുതൽ സ്ട്രെസ് വരുന്നതുകൊണ്ടും, പിന്നെ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയെങ്കിലും നാട്ടിൽ ഓടിക്കേറി പോകണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ടും നമ്മൾ പുറത്ത് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് സ്ട്രെസ്സാണ്. ഞാനിന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ രാവിലെ തൊട്ട് കിടപ്പായിരുന്നു വിഷമിച്ച്. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പണി മാത്രം അവസ്ഥ വരുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങളിങ്ങനെ. അപ്പൊ വിചാരിച്ചു പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കാം. കഴിച്ച് അങ്ങനെ നമ്മള് മസാല ദോശയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഫ്രൈഡ് റൈസ്. ഇവൻ ഒറ്റ ഒരുത്തനാണ് നമ്മളെ വിളിക്കുന്നത്. ഇവൻ ഒറ്റ ഒരുത്തനാണ് നമ്മളെ വിളിച്ചു വരുത്തുക. വിഷമം ഒരു വഴിക്ക് പോകും. ഇതൊരു സൈഡില് ഇവിടെ നല്ല വിഷമിച്ചിരിക്കുകയാണിത്. പക്ഷെ മോൻ കണ്ട പറയത്തില്ല. നമുക്ക് അങ്ങനെ അടിപൊളി ക്യാപ്സിക്കം വിട്ടുള്ള ചിക്കൻ ഫ്രൈ. ഇതെന്താ സെമി ഫ്രൈ അല്ലേ? ന്യൂകാസിൽ വരെ ഇവിടെ കിട്ടും. ഇങ്ങനെ കിട്ടാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എമ്മിയാണോ? അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിഞ്ഞു. ക്ലാസ് ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ന്യൂകാസിൽ പിന്നെ ഗേറ്റ്സിന്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കും. ഇവിടെ നമ്മുടെ പേര് പറഞ്ഞാൽ ഓഫർ കൊടുക്കൂലേ? ചുമ്മാ ഓഫറൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ വന്ന് കഴിക്കാം. നല്ല അടിപൊളി കേട്ടോ. നല്ല കേരള സ്റ്റൈൽ ഫുഡും ഷെഫൊക്കെ സെറ്റ്. നമുക്ക് ഫുഡൊക്കെ നൈസായിട്ട് കഴിക്കാം. തട്ടുദോശയൊക്കെ ഉണ്ട്. തട്ടുദോശ. ഇവിടെ വേറെ സ്പെഷ്യല് നമുക്ക് എന്ത് നിങ്ങൾ ചോദിച്ചാലും മസാല ദോശ, വട കോംബോ, തട്ടുദോശ വിത്ത് ഓംപ്ലേറ്റ് ന്യൂകാസിൽ എങ്ങും കിട്ടുന്നില്ല. തട്ടുദോശ വിത്ത് ഓംപ്ലേറ്റ് അത് കഴിക്കാൻ വേണ്ടി നിങ്ങൾ വാ. കാരണം ഞാൻ അത് കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി ഞങ്ങൾ ഫ്രൈഡ് റൈസും പിന്നെ ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും എല്ലാവർക്കും പീസ്. പീസ് പറ. പീസ്.